ഒറ്റയ്ക്ക് തന്നെ പോരാട്ടം UDF-നൊപ്പമാണ്. പക്ഷേ UDF നേതാക്കൾ ആരും അങ്ങയുടെ ഈ ഒരു പ്രസ്താവനയിൽ പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ നിരുപാധികമായിട്ടാണോ UDF-നൊപ്പം ചേരാൻ നിൽക്കുന്നത്? അല്ല, താങ്കൾക്ക് ചെവിയില്ലാത്തതുകൊണ്ട് താങ്കൾ അത് കേൾക്കാതിരുന്നത് മനസ്സിലായില്ലേ? ആരൊക്കെ പ്രതികരിച്ചു എന്നില്ല കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് പറഞ്ഞാൽ. ന്യൂസ് 18 കുറേ ആയിട്ട് ചിലതൊന്നും കേൾക്കുന്നില്ല. അനുമോദ് ആ രീതിയിലെ ചോദ്യം ചോദിക്കണ്ട. എല്ലാവരും പ്രതികരിച്ചത് നിങ്ങൾ കണ്ടാണല്ലോ. പിന്നെ പ്രതികരിച്ചില്ല നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് പറയുക? പിന്നെ അവർ നൽകിയ സപ്പോർട്ട് നമ്മൾ സ്വാഭാവികമായിട്ടും അതിന്റെ തിരിച്ച് സപ്പോർട്ട് പറയുള്ളൂ. ആ രീതിയിൽ വിളിച്ചാണ്. ആ നിലയ്ക്ക് തന്നെയാണ് ഇപ്പൊ ഇന്ന് UDF ലീഡർഷിപ്പിൽ നിന്ന് നാളെയായിട്ട് കാണും. തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവിനെ ഇന്നലെ ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം 2 മാസം മുമ്പ് ഇവിടെ നിലമ്പൂരിൽ നമ്മുടെ ചുങ്കത്തറ CHC അവിടെ ഒരു ഡയാലിസിസ് സെന്റർ നടക്കുന്നുണ്ട്. അതിന്റെ 4ാമത് ഷിഫ്റ്റ് ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹം വന്നിരുന്നു. അവിടെയുള്ളത് ഇപ്പോൾ 16 മെഷീനാണ്. 9 മെഷീൻ ഞാൻ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത് കൊടുത്തതും 6 മെഷീൻ 9ഉം 7 മെഷീൻ MLA ഫണ്ടിൽ നിന്ന് കൊടുത്തായിരുന്നു. അങ്ങനെ ആ 16 മെഷീൻ വെച്ച് ഇപ്പോൾ 3 ഡയാലിസിസ് ഇതായിരുന്നു നടന്നിരുന്നത്, ഷിഫ്റ്റുകളായിരുന്നു. 4ാമത്തെ ഷിഫ്റ്റ് ഉദ്ഘാടനം ചെയ്ത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവായിരുന്നു. അന്ന് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് 2-3 മെഷീനും കൂടി കിട്ടണം, പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ നിന്ന് ഇടപെടണം എന്ന് പറഞ്ഞിരുന്നു. അപ്പം തന്നെ അദ്ദേഹം അത് വാക്ക് പറഞ്ഞാൽ ഞാൻ ഇടപെടും, അതിൻ്റെ സംവിധാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഇന്നലെ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ആ 2 മെഷീനും എത്തിയിട്ടുണ്ട്, ഉടനെ തന്നെ അത് നമുക്ക് ചുങ്കത്തറ ഹോസ്പിറ്റലിലേക്ക് കൈമാറണം, പ്രോഗ്രാമിന് നിങ്ങൾ വരണമെന്ന് ഞാൻ പറഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ വരാമെന്ന് പ്രതിപക്ഷ നേതാവ് ഇന്നലെ രാത്രി 10:30 മണിക്ക് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പം ജനങ്ങളുടെ വിഷയങ്ങൾ, ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ജനങ്ങളുടെ അടിസ്ഥാനപരമായ വിഷയമാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. നമുക്കറിയാം എത്രയോ രോഗികൾ ഇപ്പം ഇന്നും പൈസ കൊടുക്കാനില്ലാത്തതുകൊണ്ട് ആഴ്ചയിൽ 3 ഡയാലിസിസ് പറഞ്ഞത് ഇറുകി പിടിച്ച് വേദന സഹിച്ച് ഒരു ഡയാലിസിസ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നവരൊക്കെ ഈ നാട്ടിലുണ്ട്. അവർക്കൊരാശ്വാസമാണ്. അതന്ന് അദ്ദേഹത്തോട് ആ യോഗത്തിൽ പറഞ്ഞു, അദ്ദേഹം പരിഗണിക്കാമെന്ന് പറഞ്ഞു. ഇപ്പൊ അദ്ദേഹം മെഷീൻ വാങ്ങി കയ്യിൽ കിട്ടിയിട്ടുണ്ട്, ഉടനെ തരാമെന്ന് പറഞ്ഞു. ഇതൊക്കെ ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട്. ഇല്ല, തീർച്ചയായിട്ടും അറിയിക്കണല്ലോ. നമുക്കിപ്പോൾ നന്ദികേട് കാണിക്കാൻ പറ്റില്ലല്ലോ, രാഷ്ട്രീയം വേറെയല്ലേ. ഇപ്പൊ വേണമെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ UDF-ന് ഉണ്ടാതിരുന്നൂടായിരുന്നോ? സ്വാഭാവികമാണല്ലോ. അൻവറിനെ പോയി പഠിക്കട്ടെ, ഒന്ന് അനുഭവിക്കട്ടെ എന്നാണ് അവർ വിചാരിച്ചിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് അവർക്ക് സംസാരിച്ചൊഴിയാമായിരുന്നു. അവരെ ചെയ്തിട്ടില്ലല്ലോ. അവരങ്ങനെ ഒരു ഘട്ടം വന്നപ്പോൾ ഇങ്ങനെ ഒരു മനുഷ്യനെ ഈ പറഞ്ഞതുപോലെ ഭീകരനാക്കി രാത്രി പാതിരാക്ക് പോലീസ് തൂക്കിക്കൊണ്ടുപോകുമ്പോൾ അതിന് മാനുഷികമായിട്ടും രാഷ്ട്രീയമായിട്ടും തന്നെയാണ് അവർ പ്രതികരിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ പാണക്കാട് തങ്ങളോടായാലും കുഞ്ഞാടി സാഹിബിനോടായാലും രമേശ് ചെന്നിത്തലയോടായാലും സുധാകരനോടായാലും അതിന് ഇടപെട്ട പ്രതിപക്ഷ നേതാവിനോടായാലും എനിക്ക് നന്ദി പറയേണ്ട ബാധ്യത ഉണ്ടല്ലോ. ഞാൻ അങ്ങനെ മനുഷ്യരോട് നന്ദികേട് കാണിക്കുന്ന ആളല്ല. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ആത്മാർത്ഥമായി നിന്നിട്ടുണ്ട്. ആ ആത്മാർത്ഥമായി നിന്നതിന്റെ പേരിലാണല്ലോ ഇപ്പൊ പുറത്തേക്ക് വരേണ്ടി വന്ന LDF-ൽ നിന്ന്. ഞാൻ അന്നും ജനങ്ങളോടൊപ്പമാണ് നിന്നത്. ജനങ്ങളുടെ വിഷയം പറഞ്ഞപ്പോഴാണ് ഞാൻ പുറത്തായത്. അതുകൊണ്ട് ഇപ്പൊ ഈ UDF ലീഡർഷിപ്പ് എന്റെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ മരിച്ചു നിൽക്കുന്നു. അതിനെന്താ തർക്കം? അല്ല, നേരത്തെ നിയമസഭയിൽ തീരുമാനമെടുത്തു, സ്പീക്കറെ അറിയിച്ചിരുന്നു, ഒറ്റയ്ക്ക് ഇരിക്കണം, UDF-ന്റെ കൂടെ ഇല്ലായിരുന്നു. ഇപ്പം UDF നേതാക്കളായി ഇക്കാര്യത്തിൽ ചർച്ച നടത്തുക. ഇല്ല, ഞാൻ അത് UDF-ആണ് തീരുമാനിക്കേണ്ടത്. ഞാൻ എന്താണ് UDF-നോട് ഈ പറഞ്ഞ ഈ വിഷയങ്ങൾ ഏറ്റെടുത്ത് UDF-ന്റെ പിന്നിൽ നിൽക്കാൻ ഞാൻ തീരുമാനിച്ചു. എന്നെ എടുക്കണോ വേണ്ടേ എന്നുള്ളത് അവർ തീരുമാനിച്ചോട്ടെ. ഞാൻ ഈ വിഷയങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് എനിക്കല്ല. എനിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് ഈ LDF-ന്ന് ഇറങ്ങി വരണോ? നിങ്ങൾക്കറിയാലോ അത്യാവശ്യം മോശപ്പെടാത്ത നല്ലൊരു പൊസിഷനിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നെന്നുള്ളത്. മുഖ്യമന്ത്രിയുമായിട്ടും മന്ത്രിമാരുമായിട്ടും ഉള്ള എൻ്റെ ബന്ധങ്ങളൊക്കെ എല്ലാവരും ഇതെല്ലാം ഇട്ടെറിഞ്ഞു വന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, എനിക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് അവിടെ നിന്നാൽ പോരെ. ഞാനിപ്പോൾ ഈ പോരാട്ടം നടത്തുന്നത് ഈ ആദിവാസികൾക്ക്, ഈ മലയോര കർഷകർക്ക് വേണ്ടിയാണ്. അവിടെ എൻ്റെ പ്രശ്നമാണെങ്കിൽ എനിക്ക് ഈ പണിയെടുക്കണ്ടല്ലോ. അതുകൊണ്ട് എന്നെ ആലോചിച്ചിട്ട് ഈ വിഷയങ്ങൾ ഏറ്റെടുക്കാതിരിക്കണ്ട. അത് UDF ലീഡർഷിപ്പാണ്. എന്റെ സാഹചര്യം, എന്റെ സാന്നിധ്യം, എന്റെ ഇടപെടൽ UDF-ന് ആവശ്യമുണ്ടോ എന്ന് തീരുമാനിക്കേണ്ട UDF-ആണ്. ഒറ്റ മനുഷ്യൻ ഞാൻ ഇത് പറഞ്ഞു കൊടുത്തു. ഇതിലിപ്പോൾ ഞാൻ പ്രയാസപ്പെടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ പറയുന്ന ആന്റി CPM മൈൻഡുള്ള, ആന്റി LDF മൈൻഡുള്ള ആളുകളുണ്ട്. ഇവരൊക്കെ എന്താ പറയുക ആശങ്കയിലാണ്. എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്ന PC ജോർജിന്റെ പാർട്ടിന്റെ കാര്യമാണ്. അപ്പം UDF-ഉം കൂടി എടുത്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങിയാൽ ഞങ്ങൾ വഴിയാധാരാകുമോ? മനുഷ്യന്റെ സ്വയമായിട്ടുള്ള എന്താ പറയുക ഒരു എക്സിസ്റ്റൻസിനെ അത് ബാധിക്കുമോ എന്ന് തോന്നുന്ന ആളുകളാണ് പലരും ഭയപ്പെട്ടിട്ട് നിൽക്കുന്നത്. ഇപ്പൊ തന്നെ ഈ അറസ്റ്റ് എന്താ? ഈ അറസ്റ്റിന്റെ മനുഷ്യൻ മനസ്സിലാക്കണ്ട. ഞാൻ 4 ദിവസം മുമ്പാണ് CPM-ലെ ചില നേതാക്കന്മാര്, ചില MLA-മാര്, ചില മുൻ MLA-മാര് ഈ എന്താ പറയാ മുന്നേറ്റത്തോടൊപ്പം വരാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങളോട് പറയുന്നത്.
അവിടെയാണ് അറസ്റ്റ് വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. എന്നെ തൂക്കി ഉള്ളിലാക്കി വേറെ കേസും കൂടി ചാമ്പിയിട്ട് അങ്ങോട്ട് എന്താ പറയാ സൈസാക്കാം എന്ന പി ശശിയുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെയും കണക്കൂട്ടൽ കൂടിയാണ് എന്ത് പറയുന്നത് ഈ അറസ്റ്റ്. ചോദിച്ച ചോദ്യം, അപ്പൊ ഇവരൊക്കെ ഒരു ചെറിയ ആശങ്കയിലാണ്. ഞാൻ UDFന്റെ ഔദ്യോഗിക ഭാഗമാകുന്നതോടുകൂടി നിങ്ങൾ എഴുതി വെച്ച കേരളത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ആ പൊളിറ്റിക്സ് അനലൈസ് ചെയ്യേണ്ട ആരാണ്? UDF ലീഡർഷിപ്പാണ്. ഈ UDFന് ശക്തി പകരാൻ അപ്പുറത്തുനിന്ന് ആള് വരണല്ലോ. ആ അപ്പുറത്തുനിന്ന് വരാൻ നിൽക്കുന്ന നേതാക്കന്മാരും പ്രവർത്തകരും അവരുടെ മനസ്സിൽ വലിയ ആശങ്കയാണ്. കാരണം കഴിഞ്ഞ 4-5 മാസമായിട്ട് ഇത്ര വലിയ വിഷയങ്ങളിൽ ഞാൻ ഇടപെട്ട് സംസാരിച്ചിട്ടും UDF നേതൃത്വത്തിൽ നിന്ന് അനുഭാവപൂർവമായ ഒരു UDFന്റെ പ്രവേശനത്തിനുള്ള വഴി തുറക്കാതെ കാണുമ്പം വന്ന ആളുകൾ തന്നെ എന്താ പറയുക ചെറുതായിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുകയാണ്. അതാണ് ഇതിലെ വിഷയം. തുടക്കഘട്ടത്തിൽ തന്നെ താങ്കൾ ഈ വിഷയങ്ങളൊക്കെ എത്തിയപ്പോൾ തന്നെ പൊളിറ്റിക്കൽ നെക്സസിനെതിരെയാണ് താങ്കൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴും അതേ നെക്സസ് നിലനിൽക്കുന്നുണ്ട്. എന്താണ്? തീർച്ചയായിട്ടും ആ നെക്സസിന്റെ ഭാഗം തന്നെയല്ലേ ഇത്. CPM എന്ന് എവിടെയാണ് നിൽക്കുന്നത്? CPMന്റെ ഉദ്ദേശം എന്താ? CPMന്റെ ഉദ്ദേശമല്ല, സോറി, പിണറായിയുടെ ഉദ്ദേശം എന്താ? പിണറായിക്ക് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഇനിയിപ്പം ഞാൻ നിങ്ങളോട് പറയാത്തൊരു കാര്യമുണ്ട്. കാരണം അത് ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട ഒരൊറ്റ വിഷയമായതുകൊണ്ട് ADGP അജിത് കുമാർ ഇടപെട്ട ഒരു വിഷയമുണ്ട്. എൻ്റെ അടുത്ത് അതിന്റെ ഡോക്യുമെന്റ് ഉള്ളതാണ്. പക്ഷെ അതൊരു ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറയാതെ നിൽക്കുന്നത്. അത് പറയേണ്ട ഒരു ഘട്ടം വരികയാണെങ്കിൽ ഞാനത് പറയും. അപ്പോ ആ നെക്സസ് RSS നേതൃത്വവുമായിട്ടുള്ള നെക്സസ് വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ നെക്സസിന്റെ ഭാഗം എന്താണ് CPMന്റെ നിലപാട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്താണ് ഇപ്പൊ ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള സംസാരം? എന്താണ് ഈ മുനമ്പം വിഷയത്തിൽ ക്രൈസ്തവ സമൂഹത്തോടുള്ള CPMന്റെ നിലപാട്? ഇതൊക്കെ പറ്റിക്കപ്പെടുകയും എതിർക്കപ്പെടുകയും ചെയ്യുന്നതിൽ അതിൽ വേറൊരു പൊളിറ്റിക്സ് ഉണ്ട്. പിണറായി എനിക്ക് ശേഷം പ്രളയമാണ്. എനിക്ക് ശേഷം പ്രളയം. ഒരു കാലത്തും CPM കേരളത്തിൽ അധികാരത്തിൽ വരാത്ത വിധമുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് RSS നേതൃത്വം പിണറായിയെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ നെക്സസ് തുടരുന്നുണ്ട്. അതിന്റെ വിശദമായ കാര്യങ്ങൾ ഇനി വിശദീകരിക്കേണ്ടി വന്നാൽ ആ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട് അജിത് കുമാർ നടത്തിയ ഇടപാടുകൾ അത് ഡൽഹിയിലാണ്, കേരളത്തിലല്ല. മനസ്സിലായി? അത്രേ ഞാൻ ഇപ്പൊ പറയുന്നുള്ളൂ. അജിത് കുമാർ നടത്തിയ ഇടപാടുകൾ. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം പരിപൂർണമായും ബന്ധിതനാണ്. അദ്ദേഹത്തിന്റെ കാല് ബന്ധിതനാണ്, അദ്ദേഹത്തിന്റെ ഇടതുകാലും വലതുകാലും ബന്ധിതനാണ്, അദ്ദേഹത്തിന്റെ കൈകൾ ബന്ധിതമാണ്, അദ്ദേഹത്തിന്റെ നാവ് ബന്ധിതമാണ്. എല്ലാം ബന്ധിതമായിട്ട് ഈ ബന്ധിക്കപ്പെട്ട എല്ലാ ചരടുകളും പോയി നിൽക്കുന്നത് RSSന്റെ കേന്ദ്രത്തിലാണ്. അവിടെയാണ് ഇത് കെട്ടിവെച്ചിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഇൻസ്ട്രക്ഷൻ പ്രകാരം, ആ നെക്സസിന്റെ തീരുമാന പ്രകാരമല്ലാതെ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പിണറായി വിജയന് സാധിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം അവസാനം കുറിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി പശ്ചിമ ബംഗാളിൽ എന്താണോ സംഭവിച്ചത് അത് തന്നെ കേരളത്തിൽ സംഭവിക്കാൻ പോവാണ്. പാവപ്പെട്ട ഈ പറയുന്ന നേതാക്കന്മാർക്ക് തൊഴിലാളി നേതാക്കന്മാരുണ്ട് നാട്ടില്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എവിടെ പോയി CITU? എവിടെ CITU? UDF വിഷയത്തിലടക്കം പ്രതികരിക്കുകയാണ് PV അൻവർ MLA. താൻ പ്രതിപക്ഷ നേതാവിനോട് സംസാരിച്ചു. UDF മാനുഷികമായി തന്നോട് പ്രതികരിച്ചു. UDF നേതൃത്വത്തോട് താൻ നന്ദി പറയുകയാണ്. UDFന്റെ പിന്നിൽ നിൽക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നെ എടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് UDF ആണ്. എന്റെ ഇടപെടൽ വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് UDF ആണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ PV അൻവർ MLA സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.